നമ്മൾ ഒന്നാണ് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാനൊരു സത്യം പറയാം. അത് എത്രത്തോളം ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ലൈഫിൽ ഒരു പാർട്ടാണ്. അത് ഞാൻ പറയാം. ഞാൻ എങ്ങനെയാണ് സിനിമാ ലോകത്തിലോട്ട് കടന്നു വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നായിക നായകൻ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അതുവഴി വന്നതാണ്. എനിക്ക് ആ സമയത്ത് നായക നായകൻ കിട്ടുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഐ വാസ് സോ ബ്ലെസ്ഡ്. എനിക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട്. ആ സമയത്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആരെയും വെറുപ്പിക്കാതെയും ആ വലിയ അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ വഴികൾ തുറന്നു വന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത് തുറന്നു കിട്ടിത്തുടങ്ങി. നായിക നായകനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ കയ്യിൽ എല്ലാ പെർഫോമൻസിലും എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടാവും. അതെൻ്റെ ഒരു വല്ലാത്തൊരു ശക്തിയായിരുന്നു. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിച്ചതിനും എല്ലാത്തിനും ഒരു എന്താ പറയുക റിസൾട്ട് പിന്നീട് അങ്ങോട്ട് എല്ലായ്പ്പോഴും വന്നു തുടങ്ങി. നായകനിൽ ഫസ്റ്റ് റണ്ണറപ്പായി, അതായത് സെക്കൻഡായി. അത് കഴിഞ്ഞ് സിനിമകൾ വരാൻ തുടങ്ങി. സിനിമകൾ ഓരോന്നോരോന്ന് വന്നു. കനകം, കാമിനി കലഹം, വികൃതി, ഭീമൻ്റെ വഴി, അങ്ങനെ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി ക്യാരക്ടർ റോൾസിലൂടെ കടന്നു വന്നു. ജനഗണമന, പിന്നീട് രേഖയിലൂടെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാജ്വലി എൻ്റെ ഗ്രോത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ആദ്യം നായകനിലൊക്കെ എനിക്കുണ്ടായൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടപ്പോഴാണ്, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പയ്യെ ഓരോ ക്യാരക്ടേഴ്സും സക്സസ് ആവാൻ തുടങ്ങിയപ്പം ആ അനുഗ്രഹം എന്നുള്ളത് പയ്യെ അഹങ്കാരമായി മാറി. അതെങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ അത് അങ്ങോട്ട്, എനിക്കങ്ങനെയായിരുന്നു, നമ്മൾ പോലും അറിയാതെ ഇതെൻ്റെ കഴിവാണ്, എനിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് എന്നുള്ളത് പയ്യെ മാറിയിട്ട് ഇതെൻ്റെ കഴിവാണ്. ഓരോ ക്യാരക്ടറും സക്സസ് ആവുന്നു. രേഖയുടെ ഇടയിൽ സിസ്റ്റേഴ്സിൻ്റെ റാണിമരിയ സിസ്റ്ററിൻ്റെ ബയോഗ്രഫി ആയിട്ടുള്ള സിനിമ ഒക്കെ. അപ്പം എൻ്റെ കഴിവുകൾ അങ്ങോട്ട് എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി, എനിക്ക് അവസരങ്ങൾ വരാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, കുറച്ചും കൂടിയും എൻ്റെ അഹങ്കാരം കൂട്ടാനായിട്ട് എനിക്ക് അവാർഡ് കിട്ടി. എല്ലാം അങ്ങനെ വച്ചടി കയറ്റായി. നിങ്ങൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ജേണി ശ്രദ്ധിച്ചാൽ അറിയാം, അവാർഡ് കിട്ടിയതിന് ശേഷം ഞാനൊരു സിനിമ പോലും ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അഹങ്കരിച്ച ഏത് കഴിവുള്ളവനും താഴെ കിടക്കും. അതിനൊരു നല്ലൊരു മാതൃകയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എത്ര വലിയ കഴിവുള്ളവരോ ആയിക്കോട്ടെ, എൻ്റെ അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അവാർഡ് കിട്ടിയപ്പം എൻ്റെ കഴിവാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ അഹങ്കരിച്ചിരുന്നു. അപ്പം എൻ്റെ അപ്പനും അമ്മയും എന്നെ വാൺ ചെയ്തു, അഹങ്കരിക്കണ്ട, ഇതൊക്കെ തീരാൻ ഇങ്ങനൊരു സെക്കൻഡ് മതി. സംഭവിക്കുന്ന പോലെ സംഭവിച്ചു. അതിനുശേഷം ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇറങ്ങിയ എൻ്റെ സിനിമകൾ ഫ്ലോപ്പായിരുന്നു. ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോഴും എനിക്കുണ്ടോ മനസ്സിലാവുന്നു, എൻ്റെ കഴിവിന് സമയം വരും എന്നുള്ള രീതിയിൽ എന്നെ അപ്പനും അമ്മയും പറയാൻ തുടങ്ങി. ഞാൻ അതിനെ കേട്ടേ ഇല്ല. കഴിവുണ്ടേ ഞാൻ എത്തും എന്നുള്ള അഹങ്കാരത്തിൽ എന്നെ നിന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. എനിക്ക് അപ്പോഴും ഓരോ സിനിമകൾ വരുന്നു. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് എൻ്റെ പാരൻസിനും അറിയത്തില്ല. ഞാനിവിടെ നിങ്ങളോട് ഒരു കൺഫെഷനായിട്ട് പറയാം. അഹങ്കാരം കയറിയ സമയത്താണ് ഒരു സിനിമ എനിക്ക് വരുന്നത്. ആ സിനിമ വന്നപ്പോഴത്തേക്കിനും എനിക്ക് പറ്റിയ സിനിമയല്ല, ഒഴിവാക്കി വിട്ടു. ആ സിനിമ ഇന്ന് ക്യാൻസിൽ എത്തി നിൽക്കുന്നൊരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്ന സിനിമ. കേട്ടിട്ടുണ്ടോ? ക്യാൻസിൽ കനി കുസൃതി, ദിവ്യപ്രഭ ഒക്കെ ഉള്ളൊരു സിനിമ. ഭയങ്കര ഇപ്പം എല്ലാവരും ഇപ്പം റീസെൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതെൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പോയ ഞാൻ ഇങ്ങനെ എത്തി നിൽക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ. നമ്മളിപ്പോൾ ഇതിന് ഒരു പറയും കർമ്മ ഇസ് എ ബിച്ച് എന്നൊക്കെ നമ്മുടെ മോഡേൺ ടെക്നോളജിയിൽ പറയും, അല്ലെങ്കിൽ കർമ്മ ഇസ് എ ബൂമറാങ്. ഇനി നമുക്ക് കൂടുതലും കൂടി അറിയാവുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ വാളെടുത്തവൻ വാളാൽ എന്ന് പറയും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, വളർന്നു വരുന്ന ഓരോ മേഖലയിൽ എത്തിപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അത് എത്തിച്ചേരണം.
ആ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നുണ്ടല്ലേ, തോന്നി. അത് എത്തിച്ചേരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഉള്ളിൽ ഫെയ്ത്ത് വേണം. പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രാർത്ഥന കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഇല്ലാതാക്കിയ സമയം ഉണ്ടായിരുന്നു. ആ രണ്ടിൻ്റെയും ഡിഫറൻസ് ഭയങ്കര എവിഡൻ്റ് ആണ്. പ്രാർത്ഥനയുള്ള സമയത്ത്, നന്മ ചെയ്തിരുന്ന സമയത്ത്, മനസ്സിൽ നന്മയുള്ള സമയത്ത് എത്തേണ്ടടുത്ത് ഞാൻ എത്തിയിരുന്നു. ഇതെല്ലാം മാറി നിന്ന സമയത്ത് ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഞാൻ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ കുഞ്ഞനിയത്തിമാരോടും അനിയന്മാരോടും എല്ലാവരോടും മുതിർന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കൗണ്ടബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനുള്ളത് തിരിച്ചു കിട്ടും. രണ്ട് കാര്യം, കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ അല്ല, പണ്ടേ ഉള്ള വേർഡാണ്. പക്ഷെ അത് ബൈബിളിലും അത് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പം നമ്മൾ എന്താ പറയുക, അഹങ്കരിക്കുന്നോ, നമ്മൾ അത്രയും താഴെത്തട്ടിൽ അഹങ്കരിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് നമ്മളെത്തും. രണ്ടും എന്താ പറയുക, എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് അത് അനുഭവിക്കും. ഇനി അത് ശരിയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല വഴിയിലൂടെ നന്മയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്ന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയുള്ള ആഗ്രഹങ്ങളാണെന്നുള്ളതെന്ന് ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. എപ്പോഴും ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. എനിക്ക് 1 കോടി രൂപ വേണം, എന്തിന്, അതുകൊണ്ട് എന്ത് നേട്ടം, ഇതൊക്കെ നിങ്ങൾ സെൽഫ് ചെക്ക് ചെയ്യണം. എനിക്ക് സിനിമാ നടി ആവണം, എന്തിന്, അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക, വലിയ കാറ് വേണം, ആഡംബര ലക്ഷറി കാറ് വേണം, ഒരു ലക്ഷറി വില്ല വേണം, ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചോ. ഇതിൻ്റെയൊക്കെ ഒരു നന്മ എവിടെയാണെന്നുള്ളതെന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ മുന്നിൽ തോറ്റ് നിൽക്കുക എന്ന് പറയുമ്പോഴും ഞാൻ എന്നെപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് അഹങ്കരിച്ചതൊക്കെ തിരുത്തണം, പ്രാർത്ഥനയിലോട്ട് തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷത്തോളം സിനിമ ചെയ്യാത്ത ഞാൻ ഒരു സിനിമ ചെയ്തു. ഇപ്പം റീസെൻ്റ്ലി സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. മാറ്റങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇതൊരു തുറന്നു പറച്ചിലാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ തുറന്നു പറച്ചിലാണ്. ഞാൻ ഇതുവരെയും ഇത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇത്രയും പേര് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത്രയും ജെനുവിനായിട്ട് എൻ്റെ ലൈഫിലുള്ളൊരു ലെസൺ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. മുന്നോട്ടുള്ള സിനിമകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.